രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പിന്തുടർച്ചാവകാശി നിശ്ചയിക്കുന്ന കാര്യത്തിലും അങ്ങേറ്റം ശ്രദ്ധയോടുകൂടിയിട്ട് നിർവഹിച്ചു പോരുന്നതാണ് അതിന്റെ ധാർമ്മികമായ വ്യവസ്ഥ. മൂത്ത മകന് കിരീടം ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ നീ തകർത്തു. ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യത്തെ നീ തകർത്തു. അങ്ങനെ വംശത്തെ നീ ഇതാ തകർത്തെറിഞ്ഞിരിക്കുന്നു. സൂര്യന്റെ വംശം എന്നാണ് ഇതിന് പേര്. സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനാണ്, ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവനാണ്. സൂര്യനെ പോലെ ഈ ലോകത്തെ മുഴുവൻ ധർമ്മത്താൽ ശുദ്ധീകരിച്ചുകൊണ്ട് ധർമ്മമാർഗത്തിലൂടെ നയിക്കുന്ന രാജാക്കന്മാരുടെ വംശത്തിന് തന്നെ, ഈ സൂര്യവംശത്തിന് തന്നെ നീ ഇതാ കളങ്കം ചാർത്തിച്ചിരിക്കുന്നു. അങ്ങനെ നീ ഈ ലോകത്തില് അങ്ങേയറ്റത്തെ പാപിനിയായി തീർന്നിരിക്കുന്നു. ഈ മഹാരാജാവ് എൻ മഹേന്ദ്രമിവാജയ്യം ദുഷ്പ്രകമ്പ്യം ഇവാചലം. അദ്ദേഹം മഹേന്ദ്രനെ പോലെയാണ്. വിജയിക്കുന്ന കാര്യത്തിൽ, ലോകത്തെ മുഴുവൻ ജയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അജയ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ദ്രനെ പോലെ, ഇന്ദ്രൻ ദേവരാജാവാണ്. അദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചലനങ്ങളെയും സൂക്ഷ്മം മുതൽ സ്ഥൂലം വരെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു രാക്ഷസീ ശക്തിയും സാധ്യമല്ല. എത്രയോ അസുരന്മാര് ഇന്ദ്രനെ പരാജയപ്പെടുത്താൻ, ഇന്ദ്രലോകം പിടിച്ചടക്കാൻ ശ്രമിച്ചു. എല്ലാവരും പരാജയപ്പെട്ടു പോയി. അങ്ങനെ ഇന്ദ്രനെ പോലെ അജയ്യനായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ നീ ഇതാ നിന്റെ വഞ്ചന കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ദുഷ്പ്രകമ്പ്യം യുവാചലം. അചലത്തെ പോലെ, പർവ്വതത്തെ പോലെ. പർവ്വതത്തിന് അചലമെന്ന് പേര് വരാനുള്ള കാരണം തന്നെ വ്യക്തം. ചലിക്കാത്തത്. ആർക്കും അതിനെ ചലിപ്പിക്കാനാവില്ല. അങ്ങനെ യാതൊരു ചലനവും കൂടാതെ ഉറച്ച് ഒരിടത്ത് നിൽക്കുന്ന പർവ്വതത്തെ പോലെ അചഞ്ചലനായി ധർമ്മത്തിൽ നിൽക്കുന്ന ആ മഹാരാജാവിനെ നീ ഇതാ എല്ലാ പ്രകാരത്തിലും ധർമ്മത്തിൽ നിന്നിട്ട് ദൂരേക്ക് തള്ളി എറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മഹാസമുദ്രത്തെ പോലെയാണ്, അക്ഷോഭ്യനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ സന്താപയസി കർമ്മഭി, നിന്റെ കർമ്മങ്ങളാൽ നീ ഇതാ വേദനിപ്പിക്കുന്നു. ആ മഹാരാജാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ കാണുന്നില്ലേ? ഇതിന് തൊട്ടുമുമ്പുള്ള അവസ്ഥ നിനക്ക് നന്നായി അറിയുന്നതാണല്ലോ. അങ്ങനെ ഈ വലുതായിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈകാരികമായിരിക്കുന്ന ദുഃഖ അനുഭവത്തിന് കാരണം അരയോ കൈകേയി നീ മാത്രമാണ്. കൈകേയി, ഈ അവസരത്തിലും നിനക്ക് നിന്റെ തെറ്റ് തിരുത്താനുള്ള സമയമുണ്ട്. നീ ഏതു വരത്തെയും നൽകുന്നവനായ, ആരെയും അനുഗ്രഹിക്കുന്നവനായ, സജ്ജനങ്ങളെയെല്ലാം രക്ഷിക്കുന്നവനായ, അങ്ങനെ നിന്റെ ഭർത്താവുമായിരിക്കുന്ന ദശരഥനെ നീ നിസ്സാരനാക്കരുത്. അദ്ദേഹത്തെ വിപത്തിലേക്ക് ഈ പ്രകാരത്തിൽ തള്ളിയിടരുത്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ, അതിനെ യാതൊരു വിഘ്നവും കൂടാതെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടവളാണ് നീ. അദ്ദേഹത്തിന്റെ ആഗ്രഹമാകട്ടെ എന്നും ധർമ്മ്യമായിരുന്നു. ഈ ആഗ്രഹവും അങ്ങനെ തന്നെ. രാമനെ കാനനത്തിലേക്ക് അയക്കുന്നതിന്റെ മുഖ്യ കാരണമായിരിക്കുന്ന കൈകേയിയെ സുമന്ത്രര് നിന്ദിക്കുന്നതാണ്. ശക്തമായ ഭാഷയില് വഴക്ക് പറയുന്നതാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്.
അല്ലയോ കൈകേയി, ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യത്തെ നീ ഇതാ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. മൂത്ത മകനാണ് കിരീടം. ആ പാരമ്പര്യത്തെ നീ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി നിനക്ക് നിന്റെ മകനെ രാജാവാക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ രാജാ ഭവതേ പുത്രോ ഭരത ശാസ്ത്രമേദിനിയും, ഇതേ പുത്രനായിരിക്കുന്ന ഭരതൻ രാജാവാകട്ടെ. അതേപോലെ തന്നെ ഭരതൻ ഈ ഭൂമിയുടെ മുഴുവൻ അധിപതി എന്നുള്ള സങ്കല്പത്തില് ഈ അയോധ്യയെ ഭരിക്കട്ടെ. പക്ഷേ ഞങ്ങൾ ആരും തന്നെ ഭരതൻ ഭരിക്കുന്നതായി ഈ നാട്ടില് വസിക്കില്ല. ഞങ്ങളുടെ എല്ലാം മനസ്സ് രാമനോടൊപ്പമാണ്. ഞങ്ങളുടെ എല്ലാം മനസ്സ് സൂര്യവംശത്തോടൊപ്പമാണ്. ഞങ്ങളുടെ എല്ലാം മനസ്സ് ധർമ്മത്തോടൊപ്പമാണ്. ധർമ്മത്തിന് ലോപം വരുത്തി മഹാരാജാവിന് വേദനയുളവാക്കി ഈ വംശത്തെ അവമതിച്ചുകൊണ്ട് നീ ഇപ്പോൾ ഭരതനെ രാജാവാക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾ ഈ രാജ്യത്തിൽ നിൽക്കില്ല. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പോവുക തന്നെ ചെയ്യും. സുമന്ത്രര് ഉറക്കെ പ്രഖ്യാപിച്ചു, വയം തത്ര ഗമിഷ്യാമോ എത്ര രാമോ ഗമിഷ്യത്തി. എവിടേക്കാണോ രാമൻ പോകുന്നത് അവിടേക്ക് ഞങ്ങളും പോകും. ഞങ്ങൾക്ക് വേണ്ടത് രാമനാണ്. ഞങ്ങൾക്ക് വേണ്ടത് രാമന്റെ ഭരണമാണ്. ഞങ്ങൾക്ക് വേണ്ടത് ധർമ്മത്തിന്റെ സൂര്യതുല്യമുള്ള പ്രകാശമാണ്. അതുകൊണ്ട് രാമൻ പോകുന്നത് എവിടേക്കായാലും ഞങ്ങൾ അവിടേക്ക് പോകും. അത് കാനനമായിക്കൊള്ളട്ടെ, ഒരു കുഴപ്പവുമില്ല. ആ കാട് ഞങ്ങൾക്ക് അയോധ്യയായിട്ട് തന്നെ അനുഭവപ്പെടും. ഈ നാട്ടില് ആരും വസിക്കില്ല. നജത്തെ വിഷയേകശ്ചിത് ബ്രാഹ്മണോ വസ്തുമർഹതി. നീ ഭരിക്കുന്നതായ നാട്ടില്, നീ നിന്റെ പുത്രനെ കൊണ്ട് ഭരിപ്പിക്കുന്നതായ ഈ നാട്ടില് നല്ലവരായിട്ടുള്ള ഒരൊറ്റയാളിനും വസിക്കാനാകില്ല. അങ്ങനെയുള്ളവരാരും ഇവിടെ തങ്ങുകയില്ല. അവരെല്ലാവരും ഈ നാടിനെ ഉപേക്ഷിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ അതിന് അങ്ങേയറ്റം ക്രൂരമായിരിക്കുന്ന അധർമ്മമാണ് നീ പ്രവൃത്തി ചെയ്യുന്നത്. നീ ചെയ്യുന്നത് മുഴുവൻ അധർമ്മം. നീ ഭരിക്കുമ്പോഴും പിന്നെ ഇവിടെ അധർമ്മം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവർക്ക് ആർക്കും പാർക്കാനാവില്ല. എല്ലാവരും ഈ നാട് വിട്ടുപോകും. തെക്തായ ബാന്ധവൈ സർവൈ ബ്രാഹ്മണൈ സാധുഭി സദാ കാ പ്രീതി രാജ്യലാഭേന തവദേവി ഭവിഷ്യതി തവദേവി ഭവിഷ്യസി. അല്ലയോ കൈകേയി, ബന്ധുക്കളെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോകും. സുഹൃത്തുക്കളെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോകും. ഈ നാട്ടിലുള്ള സജ്ജനങ്ങളെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോകും. സകല മനുഷ്യജീവികളും നിന്നെ ഉപേക്ഷിച്ചു പോകും. അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്നതായ ഈ നാട്ടില് അങ്ങനെയുള്ള നാടിന്റെ ആധിപത്യം നിനക്ക് കിട്ടുമ്പോ നിനക്ക് എന്ത് ശ്രേയസ്സാണുണ്ടാവുക, നിനക്ക് എന്ത് സന്തോഷമാണുണ്ടാവുക, നിനക്ക് എന്ത് സുഖമാണ് കൈവരിക. നീ സുഖം നേടാൻ വേണ്ടിയിട്ട്, പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണല്ലോ ഈ ക്രൂരകർമ്മം ചെയ്യുന്നത്. ഇതെല്ലാം നിനക്ക് രാമൻ ഈ നാട് വിട്ടു പോകുമ്പോഴേക്കും നിനക്ക് നഷ്ടമായി തീരും. ഇതെല്ലാം കാണുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു, എന്തുകൊണ്ടാ ഈ ഭൂമി പിളരുന്നില്ല എന്ന്. ഇത്ര കണ്ട് ക്രൂരമായ കർമ്മം നടക്കുമ്പോഴേക്കും ധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി പിളരേണ്ടതാണ്. ഞാൻ അതോർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു. എങ്കിലും നിന്റെ ഈ പ്രവൃത്തി നിന്റെ അമ്മയുടെ പ്രവൃത്തിക്ക് യോജിക്കുന്നത് തന്നെയാണ്. ഒരിക്കലും കാഞ്ഞിരത്തിൽ നിന്നിട്ട് ചന്ദനം ഉണ്ടാവുകയില്ല. നിന്റെ മാതാവും ഇതേ പ്രകാരത്തിലായിരുന്നു. അതേ സ്വഭാവമാണ് നീ ഇവിടെ കാണിക്കുന്നത്. കൈകേയിയുടെ അമ്മ കൈകേയിയുടെ പിതാവിനോട് കാണിച്ച ക്രൂരതയെ അവിടെ സുമന്ത്രര് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൈകേയി നിന്ദിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. കൈകേ മഹാരാജാവ് പരമധാർമ്മികനാണ്. അദ്ദേഹത്തിന്റെ ആ ധർമ്മ സ്ഥിരത നമ്മളെല്ലാം ഈ രാമായണത്തിൽ കൂടി തന്നെ കണ്ടിട്ടുള്ളതുമാണ്. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളാൽ സംപ്രീതനായ ഒരു ഋഷിവര്യൻ
അദ്ദേഹത്തിന് ഒരു വിദ്യ നൽകി. ആ വിദ്യ വളരെയേറെ പ്രയോജനം ചെയ്യുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എന്താ എന്ന് വെച്ചു കഴിഞ്ഞാല് എല്ലാ ജീവികളുടെയും മനസ്സിലെ ചിന്തയെ അദ്ദേഹത്തിന് അറിയാൻ പറ്റും എന്ന് മാത്രമല്ല, എല്ലാ ജീവികളുടെയും സംഭാഷണത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യരുടെ സംഭാഷണം മാത്രമല്ല, മൃഗങ്ങളായാലും പക്ഷികളായാലും അവ എന്ത് സംസാരിക്കുന്നുവോ അത് രാജാവിന് മനസ്സിലാക്കാനായി സാധിക്കും. ഒരവസരത്തില് രാജാവ് തന്റെ മുറിയിൽ വിശ്രമിക്കുമ്പോൾ അതിലെ 2 പക്ഷികൾ കടന്നുപോയി. ആ പക്ഷികളുടെ സംഭാഷണം അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിനത് മനസ്സിലായി. ആ മനസ്സിലായ മാത്രയിൽ അദ്ദേഹം ചിരിച്ചു. ഇത് കൈകേയിയുടെ അമ്മ, രാജാവിന്റെ ഭാര്യ, അത് കേട്ടു, അത് കണ്ടു രാജാവ് ചിരിക്കുന്നത്. അവർക്ക് തോന്നി ഈ രാജാവ് തന്നെ എന്തോ ആക്ഷേപിച്ച് ചിരിക്കുകയാണ് എന്ന്. അവർ രാജാവിനോട് ചോദിച്ചു, കാരണം എന്നെ ആക്ഷേപിച്ചുകൊണ്ട് അങ്ങ് ചിരിക്കുന്നു, എന്താണ് അങ്ങ് ചിരിച്ചത്, അതിന്റെ കാരണം പറയണം. കൈകേയിയുടെ അമ്മ രാജാവിനോട് ആവശ്യപ്പെട്ടു, കേകയനോട് ആവശ്യപ്പെട്ടു.